രണ്ടുപേര് ജഗദീഷനായാലും ഇന്ദ്രൻസേട്ടനായാലും കോമഡി കഥാപാത്രങ്ങളിലൂടെ നമ്മളെ രസിപ്പിച്ചവർ പിന്നീട് ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ചേഞ്ചസിലൂടെ വന്നവരാണ്. അപ്പം ഈ സിനിമ ഇവരിലേക്ക് എത്തിയത് എങ്ങനെയാണ്? ഇവരെ മനസ്സിൽ കണ്ടുകൊണ്ടാണോ ഈ സിനിമ എഴുതിയത്, അതോ ഇവരിലേക്ക് എത്തുകയായിരുന്നു? ആക്ച്വലി ഞങ്ങൾ പ്രിയൻ സാറിൻ്റെയൊക്കെ വലിയ ആരാധകരാണ്, ഞാൻ ഉത്സവം. അപ്പോൾ ഇങ്ങനത്തെ സിനിമയുടെ കഥ ആലോചിക്കുന്ന സമയത്ത് പഴയ കാലഘട്ടത്തെ ആക്ടേഴ്സിനെ വെച്ചിട്ടാണ് ഞങ്ങൾ ഇതിൻ്റെ റൈറ്റിങ് അല്ലേ തുറന്നത്. അതിനിപ്പോൾ പപ്പി സാറ് ബാക്കി ഉത്സവം പറയും. എനിക്ക് ഈ പറയുന്ന പോലെ ഒരുപാട് സംസാരിക്കാൻ അറിയത്തില്ല. അല്ല, ജഗദീഷ് ഏട്ടനായാലും ഇന്ദ്രൻ ചേട്ടനായാലും ഞങ്ങൾ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ജഗദീഷ് ഏട്ടനെയും ഇന്ദ്രൻ ചേട്ടനെയാണ് ഈ പടത്തിൽ ഞങ്ങൾ കൊണ്ടുവന്നേക്കുന്നത്. ആ ഒരു മീറ്റർ പിടിച്ചിട്ടാണ്. അപ്പോൾ ജഗദീഷ് ഏട്ടന് ചില സമയത്ത് ചോദിക്കാറുണ്ട് ഇതേപോലെ, ഇത് മതിയോ, ഇനി ഞാൻ തരാം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ 90s തൊട്ട് നമ്മൾ ടി വിയിലൊക്കെ ഇരുന്ന് കാണുന്ന ഒരു ജഗദീഷ് ഏട്ടനുണ്ട്, ഇന്ദ്രൻ ചേട്ടനുണ്ട്. അവരുടെ ആ ഒരു ഫ്ലേവർ പിടിച്ചിട്ടാണ് ഈ പടം ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ സിനിമയുടെ കാര്യം പറഞ്ഞല്ലോ, നാരായണിയുടെ 3 മക്കളുടെ കാര്യം പറഞ്ഞ പോലെ നമ്മളൊരു കഥ പറയുന്നു എന്നുള്ളതിനപ്പുറം എങ്ങനെ ഒരു കഥ പറയാം എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കണ്ടു മറന്ന 90കളിലെ സിനിമകളുണ്ട്. അതിൻ്റെ ഒരു അനുഭവം ഈ കാലഘട്ടത്തിൽ കൊണ്ടുവരാൻ പറ്റിയാൽ വളരെ നല്ലതാണ്. ഞങ്ങൾ അങ്ങനത്തെ ഒരു ജഗദീഷ് ചേട്ടനെയും അങ്ങനത്തെ ഒരു ഇന്ദ്രൻ ചേട്ടനെയൊക്കെ കണ്ടിട്ട് ഒരുപാട് കാലമായി. അത് നമ്മൾ ഇൻറ്റൻഷ്യലി ഈ പടത്തിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഈ പടത്തിൽ കാണാൻ പറ്റുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരാൾ മിസ്സുണ്ട്, ആക്ച്വലി ഈ പടത്തിൽ ഒരാൾ മിസ്സുണ്ട്, ജഗദീഷ് ശ്രീകുമാർ സാർ ഉണ്ടായിരുന്നെങ്കിൽ എന്തായാലും സാർ ഈ പടത്തിൽ ഉണ്ടാവുമായിരുന്നു. അപ്പൊ ഈ കുട്ടികളുടെ ഇടയ്ക്ക് ഇപ്പൊ ഇങ്ങനൊരു സിനിമ ഇൻഫ്ലുവൻസർ ആവാതെ, അതായത് സിനിമയായിട്ട് തന്നെ കാണാനായിട്ട് സ്കൂളുകളിലും അതുപോലെ തന്നെ പാഠ്യപദ്ധതികളിലും ചെറുതുകളിലും എല്ലാം ചേഞ്ചസ് വരുത്തണം എന്ന് ആഗ്രഹിക്കുന്നില്ലേ? തീർച്ചയായിട്ടും നല്ല കാര്യം തന്നെയാണ്. അതിനെതിരെ മുഖം തിരിക്കേണ്ട കാര്യമില്ല. നമ്മളിപ്പോൾ ഈ ലഹരിയൊക്കെ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന എവിടെയാണ്? സ്കൂളുകളുടെയും കോളേജുകളുടെയും അടുത്താണ് ഏറ്റവും കൂടുതൽ വിൽക്കുന്നത്. ചില കടകൾ, ചില കോഡ് ഭാഷകൾ, കൈ ഇങ്ങനെ മുറുകെ പിടിച്ചാൽ ഉണ്ടെന്നർത്ഥം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോഡ് ഭാഷകൾ വരെ ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഓപ്പണായിട്ട് തന്നെ കാലം മാറിപ്പോയിരിക്കുന്നു. ഓപ്പണായിട്ട് തന്നെ എന്താ പറയുക, കോളേജ് വിദ്യാർത്ഥിനികൾ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ഞാൻ കണ്ടു. അപ്പോൾ കാലം അങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് ശരിയാണെന്നോ തെറ്റാണെന്നോ പറയാൻ പറ്റും. അത് അവരുടെ അവകാശമാണ്. പുരുഷന്മാർക്ക് മാത്രമേ അങ്ങനെ മദ്യപിക്കാവോ എന്നൊരു ചോദ്യമുണ്ട്. അതേ അവസരത്തിൽ ഇങ്ങനെ ഓപ്പണായിട്ട് മദ്യപാനത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ കുറേ വിദ്യാർത്ഥിനികൾ സംസാരിക്കുന്ന കേട്ടപ്പോൾ എനിക്ക് ഷോക്കും സങ്കടവും ഉണ്ടായി. അത് വനിതകളായതുകൊണ്ടോ വിദ്യാർത്ഥിനികളായതുകൊണ്ടോ മാത്രമല്ല, വിദ്യാർത്ഥി സമൂഹം ആണായാലും പെണ്ണായാലും എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷെ അതിന് സൊസൈറ്റി കൂടുതലൊരു അക്സെപ്റ്റൻസ് ഇങ്ങനെയൊക്കെ കഴിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വ്യൂ ചെയ്യുന്ന വീഡിയോസ്, വ്യൂ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കൂടുന്നു. അപ്പം മൊത്തത്തിൽ എങ്ങനെയൊക്കെ ഇതിനെ തടസ്സപ്പെടുത്തി അല്ലെങ്കിൽ ഇതിനെ ബ്ലോക്ക് ചെയ്ത് ഇത് ഒഴിവാക്കാനുള്ള എന്തൊക്കെ നീക്കങ്ങൾ ആരൊക്കെ നടത്തിയിരുന്നാലും അതിന് നമ്മളെല്ലാവരും പിന്തുണ രേഖപ്പെടുത്തണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം അലാമിംഗ് റേറ്റിലാണ് ഈ കൊലപാതകമൊക്കെ പോകുന്നത്. ഓരോ ദിവസവും രാവിലെ കാണുന്നത് വെട്ടിക്കൊന്നു എന്നുള്ളതാണ് കാണുന്നത്. അച്ഛൻ മകനെ വെട്ടിക്കൊന്നു, മകൻ അച്ഛനെ വെട്ടിക്കൊന്നു, സംശയത്തിൻ്റെ പേരിൽ കാമുകനെ വെട്ടിക്കൊന്നു, അല്ലെങ്കിൽ ഭാര്യയെ വെട്ടിക്കൊന്നു, അല്ലെങ്കിൽ ഭാര്യയും കുട്ടികളും ചേർന്ന് റെയിൽവേ ട്രാക്കിൽ ആത്മഹത്യ ചെയ്തു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ട്. അപ്പം നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അഹങ്കരിക്കാൻ യാതൊരു നിർവാഹവും ഇല്ല, നമുക്ക് സന്തോഷിക്കാൻ നിർവാഹമില്ല. നമ്മളെല്ലാവരും കുറച്ച് ഡെസ്പറേറ്റ് ആണ്, ദുഃഖത്തിലാണ്. ഈ നാടിൻ്റെ ഈ കാര്യം ഈ സമയത്ത് ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് തന്നെയാണ്. ഇപ്പോൾ ഭാഗ്യവശാൽ സർക്കാരും പ്രതിപക്ഷവും എല്ലാവരും തന്നെ ഒരു കോമൺ ഫൈറ്റിന് വേണ്ടി, കോമൺ ഈ വാറിന് വേണ്ടി തുടക്കം കുറിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ കൂടെ കലാ സമൂഹം നിൽക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അല്ല, കഥ കേൾക്കുമ്പോൾ ഞാൻ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ചിത്രത്തിൻ്റെ ലൊക്കേഷനിൽ വെച്ചാണ് ഫഹദും ഉത്സവം കഥ പറയാൻ വരുന്നത്. ഡിജിറ്റൽ വില്ലേജ് എന്ന് പറഞ്ഞ പടം ഞാൻ കണ്ടിരുന്നു. അതെനിക്കിഷ്ടമായി. അതായത് പരിമിതമായ ബഡ്ജറ്റിൽ ഒരു ഗ്രാമത്തിൻ്റെ കഥ പറയുന്ന, ഗ്രാമത്തിൽ സിനിമയോട് താല്പര്യമുള്ള ഒരു സമൂഹത്തിൻ്റെ കഥ പറയുന്ന സിനിമയായിരുന്നു ഡിജിറ്റൽ വില്ലേജ്. അതിനകത്ത് ഹ്യൂമറിൻ്റെ കുറേ എലിമെൻറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരിങ്ങനെ കഥ പറഞ്ഞപ്പോൾ നെറേറ്റ് ചെയ്ത രീതി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്ക് എൻ്റേതായിട്ടുള്ള കുറച്ച് അഭിപ്രായങ്ങൾ ഈ കഥയെക്കുറിച്ചുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്, പക്ഷേ ആ അഭിപ്രായങ്ങൾ ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ കഥയിൽ ഞാൻ വെള്ളം ചേർക്കുന്നില്ല. നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ രീതിയിൽ തന്നെ മൂവ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു 100% ഞങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട്, ആ രീതിയിൽ തന്നെ പോകാനാണ് താല്പര്യം. ഇതിനകത്ത് അവർക്ക് ആഗ്രഹമുള്ള ഒരു മ്യൂസിക്, സാധാരണ ഗതിയിൽ ഒരു കോമഡി ഫിലിമിൻ്റെ മ്യൂസിക് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു മ്യൂസിക് അല്ല ശ്രീ ബിജിപാലിനെ കൊണ്ട് അവർ ചെയ്യിച്ചിട്ടുള്ളത്. അപ്പോൾ ബിജിപാൽ അത് അവരുടെ മനസ്സനുസരിച്ച്
അവർക്ക് ഒരു മിനിമം സ്റ്റാൻഡേർഡുള്ള മ്യൂസിക് തന്നെ വേണം എന്നുള്ളത്, അതിനകത്ത് വെള്ളം ചേർക്കാൻ അവർക്ക് താല്പര്യമില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങനെ അവരുടെ ആഗ്രഹപ്രകാരം തന്നെ വിജുപാൽ മ്യൂസിക് കൊടുത്തിട്ടുണ്ട്, സന്തോഷ് വർമ്മ പാട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്, അഭിനേതാക്കൾ എന്ന നിലയിൽ നമ്മൾ അഭിനയിച്ചു കൊടുത്തിട്ടുണ്ട്. അതാണ് സത്യം. ഇല്ല, അതിൻ്റെ പ്ലോട്ട് വൈസ് ചിലപ്പോൾ നമ്മൾ ഒരുപാട് സിനിമകൾ അതേപോലത്തെ കണക്ഷൻസ് വരാം. പക്ഷേ ഇതിൻ്റെ സ്ക്രീൻ പ്ലേ ആയാലും ബാക്കി ഡയലോഗ്സും പരിപാടികളൊക്കെ ആയാൽ തന്നെ വേറൊരു വേർഷൻ തന്നെയാണിത്. ഇത് നിങ്ങൾക്ക് നാരായണിയുടെ പടമായാലും ഈ പടം കാണുമ്പോൾ രണ്ടായിട്ട് തന്നെ ഇരിക്കും. ആ കോമഡി കുറേ നാൾ കൊണ്ട് മിസ്സായിരിക്കുകയാണ്. അപ്പോൾ പിന്നെയും ഇത് നമ്മൾ MP മൂവി കാണുന്നത് പോലെയുള്ളൊരു അനുഭവമാണ് ഇതിൻ്റെ ട്രെയിലറൊക്കെ കാണുമ്പോൾ. അപ്പോൾ ശരിക്കും അത് നന്നായിട്ട് ആസ്വദിച്ചു. ആ പഴയ ഇന്ദ്രൻ സേട്ടിലേക്ക് പോകാനായിട്ട് സാധിച്ചിരുന്നോ? എളുപ്പം സാധിച്ചു. കാരണം ഞാൻ ഒരു മാറ്റവും വരാതെ ബോഡി സൂക്ഷിച്ച് വെച്ചേക്കുമായിരുന്നു. അപ്പം എനിക്ക് പെട്ടെന്ന് ഓടി എത്താൻ പറ്റി. അത് സത്യമായിട്ടും നമ്മൾ എപ്പോഴും കാത്തിരിക്കുന്നതാണ് അത്തരം കഥാപാത്രങ്ങൾ. വളരെ ഉത്സാഹത്തോടെ നമുക്കൊരുപാട് ആദ്യം വേദനകളൊക്കെ ഉണ്ട് പറയാനും. അത് പെട്ടെന്ന് എല്ലാ മനുഷ്യർ കിട്ടുകയും ചെയ്യും. കാരണം എല്ലാവരും സമാനമായിട്ട് നമ്മളെല്ലാവരും കഴിഞ്ഞു പോകുന്നൊരു കാലഘട്ടം അതാണ്. പക്ഷെ അതുപോലെയല്ല, ചിരിപ്പിക്കാനോ നമ്മൾ ആ മൂഡ് മറന്ന് ആ ഒരു വേദിയിലേക്ക് കൊണ്ടുവരാൻ വെച്ചാൽ ഭയങ്കര പാടാണ്. ഇപ്പോഴത്തെ ആൾക്കാർക്ക് എനിക്ക് അങ്ങനെ തോന്നുന്നു, കുട്ടികൾ പ്രധാനമായിട്ടും അവരെ ചിരിപ്പിച്ചെടുക്കുക വലിയ പാടാണ്. അപ്പോൾ കുറേ നമ്മൾ ഇത്തിരി മുതിർന്നവർക്ക് പണ്ട് മനസ്സിലൊക്കെ ഇതിങ്ങനെ ഒരു സിനിമ ഉണ്ടായിരുന്നു എന്നുള്ളൊരു ഓർമ്മ ഉള്ളത് കൊണ്ട് ഇച്ചിരി എളുപ്പമായിരിക്കുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. ഒന്ന് തുടങ്ങി വെച്ചിട്ട് പോകുന്നതേ ഉള്ളൂ. ഇനി അതിലോട്ട് പൂർണ്ണമായിട്ടും ചേരുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. നാളെ മറ്റന്നാൾ മുതലൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പം അങ്ങനെ ഒന്നും പറയാറായില്ല. എൻ്റെ അടുത്തൊരു ക്യാരക്ടർ പറഞ്ഞത് ചെയ്യാൻ കൊതി തോന്നുന്നതും അതുപോലെ എൻ്റെ കൊക്കിൽ ഒതുങ്ങുന്നതെന്ന് തോന്നിയത് കൊണ്ട് കമ്മിറ്റ് ചെയ്തതാണ്. അല്ലെങ്കിൽ പേടിയാണ്. മലയാളം അല്ലാതൊരു ഭാഷ കൈകാര്യം ചെയ്യാൻ പേടിയുണ്ട്. പല അവസരങ്ങളും വന്നിട്ടും ചെയ്യാതിരുന്നു. അതുകൊണ്ടാണ് ഇതെങ്ങനെ ആണ്. പോയി. നല്ല അവരെല്ലാവരും എല്ലാം ഭയങ്കര സ്നേഹവും ബഹുമാനവും അച്ചടക്കവും ഒക്കെയാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു വിരട്ടെന്ന് തോന്നുമെങ്കിൽ അങ്ങനെയൊന്നുമില്ല. എല്ലാവരും വളരെ പാവമാണ്. നമുക്കാണെന്ന് തോന്നുന്നു ഇച്ചിരി കൊതിക്കറിവൊക്കെ ഉള്ളത്. അല്ല, സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നതൊക്കെ റിലീസിന് ശേഷമാണ്. അതിനുമുമ്പ് എന്ത് അവകാശവാദം ഉന്നയിച്ചിട്ടും കാര്യമില്ല. നമ്മളെപ്പോഴും ഞാൻ എല്ലാ സിനിമയിലും ഞാൻ പറയുന്നത് നമ്മൾ എഫേർട്സ് എടുത്തിട്ടുണ്ടെന്നാണ്. അതല്ലാതെ ഞങ്ങൾ തകർക്കും ഗംഭീരമാക്കുന്നല്ല. നമ്മൾ എഫേർട്സ് എടുത്തിട്ടുണ്ട്. അത് ഈ സിനിമയിലും ആപ്ലിക്കബിളാണ്. സിൻസിയറായിട്ടുള്ള എഫേർട്സ്, കറക്റ്റായിട്ടുള്ള രാവിലെ 7 മണിക്ക് എത്താൻ പറഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ 6:30 ഞാൻ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഒരു ദിവസം പോലും ലേറ്റ് ആവാതെ നമ്മൾ സിൻസിയറായിട്ട് ഡയലോഗൊക്കെ ബൈ ഹാർട്ട് ചെയ്ത് പ്രോംപ്റ്റിംഗ് ഇല്ലാതെ ഒക്കെ തന്നെ ആ ക്യാരക്ടർ ഇൻവോൾവ് ആയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ആവശ്യമുണ്ടെങ്കിൽ റീടേക്കിന് വഴങ്ങി കൊടുത്തിട്ടുണ്ട്. ഒരു സീൻ റീഷൂട്ട് ചെയ്തിട്ടുണ്ട്. അവർക്ക് തൃപ്തി വരാത്തതുകൊണ്ട് പിറ്റേ ദിവസം രാവിലെ റീഷൂട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ ഈ സിനിമയ്ക്ക് ഓരോ സിനിമയും നന്നാക്കണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. പിന്നെ നമ്മുടെ ചൂസ് ചെയ്യുന്നതിൻ്റെ മിടുക്കാണെന്ന് ഞാൻ ഒരിക്കലും അവകാശപ്പെടില്ല. എല്ലാം ഒത്തുവരികയാണ്. അൾട്ടിമേറ്റായിട്ട് ഞാനിങ്ങനെ ഒരു പ്രൊമോഷൻ ഇരുന്ന് പറയുമ്പോൾ ഒരു ടീമിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്, എന്നെക്കുറിച്ചല്ല. ഇതിൻ്റെ പിന്നിലുള്ള ഒരു ടീം, ആ ടീം വളരെയധികം സിൻസിയറായിട്ട് നിങ്ങളൊരു സിനിമ കാണുമ്പോൾ വിലയിരുത്തേണ്ടത് അതിൽ എത്രത്തോളം ആത്മാർത്ഥത ഞങ്ങൾ പുലർത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾ വിലയിരുത്തുക. അതിൽ ആത്മാർത്ഥത പുലർത്തിയിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിസ്സംശയം നിങ്ങൾ ഞങ്ങളെ കൊല്ലാം, ഞങ്ങളെ നിർദ്ദയം കൊല്ലാം, ട്രോൾ ചെയ്യാം, എന്തുവേണം ചെയ്യാം. നേരെ മറിച്ച് ബാക്കി പ്രകടനത്തിൻ്റെയോ അല്ലെങ്കിൽ കഥാഗതിയിലെയോ ഒക്കെ തന്നെ പരീക്ഷണത്തിന് വേണ്ടി മുതിരുമ്പോൾ അതിനെ അടച്ചാക്ഷേപിക്കുന്നതിന് പകരം ഇങ്ങനെ ഒരു ട്വിസ്റ്റ് കൊണ്ടുവരാനാണ് സംവിധായകർ ശ്രമിച്ചത്. പക്ഷേ അത് ഞങ്ങൾക്ക് അത്ര അപ്പീലിംഗ് ആയില്ല എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. അല്ലെങ്കിൽ ഒരാളുടെ X or Y, എൻ്റെ അഭിനയം തന്നെ
ഞങ്ങൾ പ്രതീക്ഷിച്ച അത്ര നന്നായില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവകാശമുണ്ട്. പക്ഷേ നമ്മൾ ഇപ്പോൾ പറയില്ലേ പരീക്ഷ, ഒരു അധ്യാപകനാണ് ഞാൻ. ഉഴപ്പുന്ന വിദ്യാർത്ഥികളോട് എനിക്ക് താല്പര്യമില്ല. നേരെ വെച്ചാൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന കുട്ടികൾ പരീക്ഷയ്ക്ക് അല്പം മാർക്ക് കുറഞ്ഞാൽ ഞാൻ ആശ്വസിപ്പിക്കും. കുഴപ്പമില്ല, നന്നായിട്ട് അടുത്ത തവണ നമുക്ക് ശരിയാക്കാം. അതൊരു അധ്യാപകൻ്റെ മനസ്സവിടെ ഉണർന്ന് പ്രവർത്തിക്കും. നേരെ മറിച്ച് ഉഴപ്പി നടക്കുന്നു, ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നില്ല, ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല, അങ്ങനെയുള്ള വിദ്യാർത്ഥി 2-3 പ്രാവശ്യം നമ്മൾ മാർക്ക് തീരെ കുറയുമ്പോൾ നമ്മൾ എന്ത് പറയും? എനിക്ക് ആദ്യം അറിയാമായിരുന്നു നീ മാർക്ക് വാങ്ങിക്കാൻ പോകുന്നില്ല എന്ന്. നമുക്കിനൊരു സിമ്പിൾ തോന്നില്ല, ഒരു കൺസിഡറേഷൻ തോന്നില്ല. അതാണ് എൻ്റെ സത്യമായിട്ടുള്ള അവസ്ഥ. അപ്പം നമ്മുടെ ഒരു മിടുക്കായിട്ട് ഞാൻ ഒരിക്കലും അവകാശപ്പെട്ടിട്ടില്ല. ഇതൊന്നും സ്വന്തം മിടുക്കല്ല. ഏത് സിനിമയും ഞാൻ പറയുന്നു ടീം വർക്കാണ്. ആ ടീമിന് അതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കുക പ്ലീസ്. എന്തുകൊണ്ടായിരിക്കും നായകന്റെ പേര് വെച്ചിട്ട് എന്താണ് വിജയപരാജയങ്ങൾ നോക്കി കാണുന്നത്? അദ്ദേഹത്തിന്റെ ഫസ്റ്റിന്റെ സ്ക്രീനിൽ വരുമ്പോ തന്നെ അദ്ദേഹത്തിന് വിശ്വാസം കുറവ് പോലെയാണ് ജനങ്ങൾക്ക് ഫീൽ. അല്ല, അത് ഇത് വ്യക്തിപരമായ ആരെങ്കിലും പരിഹസിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. യഥാർത്ഥത്തിൽ ഏത് നായകനാണ് എത്ര സൂപ്പർ ഹിറ്റ് തന്നാലും അദ്ദേഹത്തെ അമാനുഷികനെന്ന് വിശേഷിപ്പിക്കുന്നതിനോടും എനിക്ക് യോജിപ്പില്ല. അതേ അവസരത്തിൽ പരാജയപ്പെട്ടു എന്നതിൻ്റെ പേരിൽ ഒരു നടനെയോ നായകനെയോ പരിഹസിക്കുന്നതിനോടും എനിക്ക് യോജിപ്പില്ല. അത് അങ്ങനെ ആ ഒരു വ്യക്തിപരമായ ആ ഒരു രീതിയിൽ നമ്മൾ കണക്കിലെടുക്കാൻ പറ്റില്ല. പിന്നെ യഥാർത്ഥത്തിൽ ഈ സിനിമകളെല്ലാം തന്നെ നിർമ്മിക്കുമ്പോൾ എല്ലാവർക്കും വലിയ പ്രതീക്ഷകളാണ്. ഈ കണക്കൂട്ടൽ പ്രേക്ഷകർ അത് ഇഷ്ടപ്പെടും എന്ന വിശ്വാസത്തോടെയാണ് പലപ്പോഴും സിനിമയുമായി മുന്നോട്ട് വരുന്നത്, കലാസൃഷ്ടി. അത് പ്രേക്ഷകർ റിജക്റ്റ് ചെയ്യേണ്ട സാഹചര്യം വരുമ്പോൾ തീർത്തും പ്രേക്ഷകർ വലിയ പ്രതീക്ഷയോടെ വരുമ്പോൾ അവരെ നിരാശപ്പെടുത്തുമ്പോൾ അവർ വളരെയധികം ഡിസപ്പോയിൻറ്റഡ് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് അതൊരു നായകനെതിരെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്നതിനപ്പുറം നായകനിൽ അർപ്പിച്ച പ്രതീക്ഷ തകർത്തയിലുള്ള ദേഷ്യമാണ്. നായകനോടുള്ള ദേഷ്യമല്ല, വ്യക്തിയോട്. ഇനി ഏത് ഹീറോ ആണെങ്കിലും ശരി, അതെന്തെങ്കിലും കാണും എന്ന് വിചാരിച്ച് വന്നിട്ട് ഒന്നുമില്ല എന്ന് വരുമ്പോൾ അത് ഇന്നൊരാൾ നാളെ വേറൊരാൾ എൻ്റെ ഒരു ചിത്രം എന്തെങ്കിലും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച് വന്നിട്ട് ഞാൻ ഇതേപോലെ പ്രൊമോഷനിലൊക്കെ ഇരുന്ന് പറഞ്ഞിട്ട് അവിടെ വരുമ്പോൾ തീർത്തും നിരാശപ്പെടുത്തിയാൽ ആ പ്രതീക്ഷ തകർത്തതിൻ്റെ ഒരു ദേഷ്യമോ എന്തെങ്കിലും ഒരു വികാരമോ നിങ്ങൾക്ക് എന്നോട് ഉണ്ടാവും. അതിൽ ഞാൻ പരിഭവിച്ചിട്ട് കാര്യമില്ല, അത്രയേ ഉള്ളൂ. അത് എനിക്കെതിരെയുള്ള അല്ലെങ്കിൽ എന്നോടുള്ള വ്യക്തിപരമായ വിരോധമായിട്ട് ഞാൻ കണക്കാക്കില്ല. സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഉയർന്നു വരുന്ന ഒരു ചോദ്യമാണ് അധ്യാപകർക്ക് വഴി തിരികെ നൽകൂ എന്ന് പറയുന്നത്. അത് സഹായകമാകും. അല്ല, ഈ അധ്യാപകർക്ക് വടി കൊടുത്താൽ വീണ്ടും ഇഷ്യൂസ് ഉണ്ടാവും. കാരണം വെച്ചാൽ വടിയെടുത്ത് അടിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്ന രക്ഷകർത്താക്കളുണ്ട്, ഒരു മൈനോറിറ്റി ആണെങ്കിൽ പോലും. ഞാൻ ഒരു രക്ഷകർത്താവ് എന്ന നിലയിൽ എൻ്റെ വിദ്യാർത്ഥിയെ, എൻ്റെ മകളെ അടിക്കുന്നതിനോട് എനിക്ക് വിയോജിപ്പില്ല. ഒരു ചൂരിലെടുത്ത് 2 അടി കൊടുക്കുന്നതിനോട് ഞാൻ ഒന്നുകൂടെ പറയാതെ, ഒരു രക്ഷകർത്താവ് എന്ന നിലയിൽ എൻ്റെ മകളെ ഒരു അധ്യാപകൻ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനോട് എനിക്ക് വിയോജിപ്പില്ല. പക്ഷേ അത് മാത്രമാണ് വഴി എന്ന് പറയാൻ പാടില്ല. ഇപ്പം ചൂരലുമായിട്ട് വരുന്ന അധ്യാപകൻ ആ വടിയുടെ സ്ഥാനം നഷ്ടപ്പെട്ടിരിക്കുകയാണ്, അതിൻ്റെ ആവശ്യമില്ല എന്ന് വാദിക്കുന്നവരുണ്ട്. എന്നാൽ പഴയതുപോലെ ആ വടി വേണമെന്ന് വാദിക്കുന്നവരുമുണ്ട്. ഇതൊക്കെ ഒരു അന്തരീക്ഷം അനുസരിച്ച്, ആ സ്കൂളിൻ്റെ അറ്റ്മോസ്ഫിയർ അനുസരിച്ച്, ആ സ്കൂള് പിന്തുടർന്ന് വരുന്ന വഴികളനുസരിച്ച് ചെയ്യാമെന്നുള്ളത് കവിഞ്ഞ് വടി 100% ഉപേക്ഷിക്കണം, അല്ലെങ്കിൽ വടി തിരിച്ചു കൊണ്ടുവരണം എന്നൊക്കെ പറയുമ്പോൾ ഈ വടി കാരണം അല്പം ഒന്ന് സ്ട്രോങ് ആയിട്ട് അടിച്ചു കഴിഞ്ഞാൽ, മുറിവുണ്ടായി കഴിഞ്ഞാൽ അതും പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് അടിയാണോ, വടിയാണോ, വഴക്കാണോ, ശാസനയാണോ, അതോ ബുദ്ധിപൂർവ്വം നല്ല രീതിയിലൊക്കെ പറഞ്ഞ് മനസ്സിലാക്കലാണോ എന്നൊക്കെ ഉള്ള ഒരു കാര്യം അതാത് അധ്യാപകൻ്റെ രീതി അനുസരിച്ചിരിക്കും. ഇതിനൊക്കെ ഒരു പൊതു നിയമം കൊണ്ടുവരാൻ പറ്റില്ല എന്നാണ് എൻ്റെ പക്ഷം. അല്ലാതെ പിന്നെ എവിടെ ആകാശത്ത് കിടക്കാൻ പറ്റുമോ? കട്ടിൻ്റെ മുകളിൽ തന്നെ കിടക്കണത്. അതായത് ഞാൻ പറയട്ടെ, ഞാൻ ഇംഗ്ലീഷും ഇതൊന്നും എനിക്കറിയില്ല, ഞാൻ വിദ്യാഭ്യാസ സ്കൂളിലൊന്നും പോകാത്ത ആളാണ്. അപ്പോൾ പച്ച മലയാളത്തിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചോളൂ, ഞാൻ ഉത്തരം പറഞ്ഞുതരാം. കട്ടിൻ്റെ മുകളിൽ കിടക്കുക, ശ്വാസം വലിക്കുക, അവസാനം ചത്തുപോവുക, അതന്നെയാണുള്ളത്. ആ എങ്ങനെ? അതൊരു നടന് പ്രശ്നമല്ല, നടനായിരിക്കണം.
വെറുതെ വായോണ്ട് പറഞ്ഞുകൊണ്ടായില്ല. അഭിനയം പഠിച്ച് ചെയ്യണം. നടനെ കൊണ്ട് അതും ചെയ്യാൻ പറ്റും, അതിൻ്റെ അപ്പുറം ചെയ്യാൻ പറ്റും. ഈ സാറ് യോഗയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ മക്കളെല്ലാവരും കൂടെ പന്തലിക്ക് കെടുത്തുന്ന ഒരു സീനുണ്ട്. അപ്പോൾ ബോഡി മൊത്തം നമ്മൾ വിചാരിക്കുന്ന പുള്ളി നോർമലായിട്ട് ഇങ്ങനെ കെടുക്കുന്ന പോലെ കെടുക്കുന്ന വിചാരിച്ചു. പക്ഷെ പുള്ളി ഫുള്ള് ബോഡി സ്ട്രക്ചർ ചെയ്ത് ഒരു സ്റ്റിഫായി നിന്നിട്ടാണ് എല്ലാവരും കൂടെ കെടുത്തുന്നത്. അത് നിങ്ങൾക്ക് പടം കാണുമ്പോൾ മനസ്സിലാവും. പുള്ളി അത്ര എഫേർട്ട് ഇട്ടിട്ടുണ്ട് അപ്പുറത്തിന് വേണ്ടിയിട്ട്. വെട്ടിയാറിന്റെ മണ്ണിൽ നിന്ന് അങ്ങനെ സോഷ്യൽ മീഡിയ കീഴടക്കി ഇപ്പോൾ മലയാള സിനിമാ ലോകത്തേക്ക് ഇങ്ങനെ വരികയാണ്. അപ്പോൾ എന്ത് തോന്നുന്നു ജഗദീഷേട്ടനുകൊണ്ട് ഇന്ദ്രൻ ചേട്ടൻ നല്ലൊരു താരനിരയോടൊപ്പമാണ് അഭിനയിക്കുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയ കീഴടക്കിയതിന് ശേഷം സിനിമയിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നല്ല വിശേഷം. ഇവരുടെയൊക്കെ കൂടെ അഭിനയിക്കാൻ പറ്റിയത് വലിയൊരു ദൈവാധീനം. പിന്നെ എൻ്റെ പുറത്തിറങ്ങിയ ആദ്യത്തെ പടമാണ്. എനിക്ക് ഒത്തിരി ഒന്നും പറയാൻ അറിയത്തില്ല. നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പറയാം. ആ അതെ, നല്ല പിള്ളേർ. എൻ്റെ മോനേക്കായാലും നല്ലതാണ്. എന്തോ? എനിക്കോ? എനിക്കറിഞ്ഞൂടാ സാറിന് എത്ര വയസ്സുണ്ട്. സാറിന് 40 വയസ്സെന്ന് പറയുന്നത്. എനിക്ക് 63 വയസ്സുണ്ട്. ഇല്ല, വേറെ എൻ്റെ അനിയനായിരുന്നു. ഉണ്ട്. ഓ ഇല്ല, സാറിനെ വെട്ടാൻ ആർക്കും പറ്റത്തില്ല. ചോദിക്കുമായിരുന്നു, ശരിയാകുന്നുണ്ടോ സാറേ? കുഴപ്പമൊന്നും ഇല്ലല്ലോ. ഞാൻ പറഞ്ഞു നന്നായിട്ടുണ്ട്. അല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ എന്ന് പറഞ്ഞു. അവനിവിടെ നിന്ന് ഇതെല്ലാം കേൾക്കുക. ആ ഉണ്ട്. എന്നെ അവൻ ഇത്ര ആക്കിയത് അവനാ. എനിക്ക് എല്ലായിടത്തും അത് പറയണമെന്നുണ്ട്. അല്ല, കുറച്ചൊക്കെ ഇൻഫ്ലുവൻസ്ഡ് ആവും, ഇല്ലെന്ന് പറയാൻ പറ്റുന്നില്ല. പക്ഷേ ഇത്തരത്തിലുള്ള സിനിമകൾ, നമ്മുടെ ഈ അഡൾട്ട്സുള്ള സിനിമകൾ അല്ലെങ്കിൽ ഭയങ്കര വയലൻറ്റ് മൂവീസ് എല്ലാം കുട്ടികൾ കാണാൻ പാടില്ല, ബിലോ ദ ഏജ് ഓഫ് 18 കാണാൻ പാടില്ല എന്ന് സെൻസർ ബോർഡ് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. എന്നിട്ടും കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ അതിൽ നമ്മുടെ പാരൻസിൻ്റെ ഒരു ഉത്തരവാദിത്വം കൂടെ അതിനകത്ത് അവരും കൂടെ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ നമ്മുടെ വയലൻസിൻ്റെ സ്വാധീനത്തിലാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെ ആ വയലൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഗെയിംസ് ഉണ്ട്, വീഡിയോ ഗെയിംസ്, ഭയങ്കര വയലൻ്റ് ആയിട്ടുള്ള ഗെയിംസ് ഉണ്ട്. അപ്പോൾ സിനിമയ്ക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു റോളുണ്ട്. പക്ഷെ സിനിമ മാത്രമാണ് എന്ന് പറയാൻ പറ്റില്ല. സാഹിത്യത്തിനും കലയ്ക്കും എല്ലാം തന്നെ നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ, വേറെ ഒരു സ്ഥലത്ത് നടക്കുന്ന കാര്യങ്ങൾ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തേക്കാം. അമേരിക്കയിൽ ഒരു വിദ്യാർത്ഥി വന്ന് കൂടെയുള്ള 25-30 വിദ്യാർത്ഥികളെ വെടിവെച്ച് കൊല്ലുന്ന വാർത്ത കണ്ടാൽ തീർച്ചയായിട്ടും ഇവിടുത്തെ ഒരു പയ്യനെ സ്വാധീനിക്കില്ലേ? സിനിമ സ്വാധീനിക്കുന്നത് പോലെ തന്നെ ആ സംഭവം അതിൻ്റെ വിഷ്വൽസും ഒക്കെ കാണുന്നുണ്ട്. നമ്മൾ വിഷ്വൽസ് കാണുന്നത് തന്നെ നമ്മളിപ്പോൾ കണ്ട എന്താ, പിന്നെ നാഷണൽ ജിയോഗ്രഫിക്കിൽ നമ്മൾ കാണുന്നത് ഒരു സിംഹം ഇങ്ങനെ പോയി ഒരു മാനിനെ ഇങ്ങനെ പിടിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഒരു സങ്കടവും വിഷമവും അയ്യോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണടച്ചു പോകുന്നു. ചിലരതല്ല, അത് കണ്ടിട്ട് അതാ പിടിക്കുന്ന നോക്കിയേ, മാനിനെ പിടിക്കുന്ന നോക്കിയേ എന്ന് പറഞ്ഞ് ആവേശത്തോടെ നോക്കുന്ന ആൾക്കാരുണ്ട്. ഈ കാണുന്ന ആൾക്കാരുടെ മനസ്സിൽ ആ വയലൻസ് ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഇതിൽ സ്വാധീനിക്കപ്പെടും. അപ്പോൾ അതുകൊണ്ട് അത്തരം സിനിമകളെക്കാളും തീർച്ചയായിട്ടും കുറച്ചുകൂടെ ഒരു പീസ് ഒക്കെ ഉള്ള സിനിമയായിരിക്കും ജനത്തിന് കൂടുതൽ സ്വീകാര്യമാവുക. പക്ഷേ കാലം മാറുന്നതനുസരിച്ച് നമ്മുടെ OTT-യിലും ഒക്കെ വരുന്ന സിനിമകളൊക്കെ നമ്മളിപ്പോൾ വേണ്ടെന്ന് വെച്ചിരുന്നാൽ തന്നെയും OTT-യിൽ വരുന്ന അന്യഭാഷാ ചിത്രങ്ങൾ, കൊറിയൻ മൂവീസ്, അതിലെല്ലാം വയലൻസ് ഉണ്ടാവും. അത് കണ്ട് യഥാർത്ഥത്തിൽ അങ്ങനെ സ്വാധീനിക്കപ്പെടാൻ പാടില്ല. നമ്മൾ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതേ അവസരത്തിൽ നമ്മൾ നല്ല കാര്യങ്ങൾ എന്തെല്ലാം വരുന്നു. ലഗേരിയ ഹോം മുന്നാഭായ് എന്ന് പറഞ്ഞ പടം ഗാന്ധിസം സ്വീകരിക്കാനാണ് ആവശ്യപ്പെട്ടത്. അതിലെത്ര പേര് സ്വീകരിക്കുന്നു? അപ്പോൾ തിന്മ കണ്ടാൽ മാത്രം ഇൻഫ്ലുവൻസ്ഡ് ആകും.
നന്മ കണ്ടാൽ ഒരിക്കലും പ്രേക്ഷകർ ഇൻഫ്ലുവൻസ്ഡ് ആകില്ല എന്ന് പറയാൻ പറ്റുമോ? പിന്നെ നടൻ്റെ കാര്യം, ഞാനല്ല ഈ വയലൻസിന് കൂട്ടു നിൽക്കുന്നത്, എൻ്റെ കഥാപാത്രമാണ്. ടോണി ഐസക്ക് കൂട്ടു നിൽക്കുന്നു അക്രമത്തിൻ്റെ. അപ്പോൾ ടോണി ഐസക്കിനെയാണോ പ്രേക്ഷകൻ ഇഷ്ടപ്പെടുന്നത് അതോ ജഗദീഷിനെയാണോ? ജഗദീഷിനെയാണ് ഇഷ്ടപ്പെടണമെങ്കിൽ ജഗദീഷ് ഇതുവരെ വയലൻസിന് വേണ്ടി സംസാരിച്ചിട്ടില്ല. ഒരു സ്കൂളിൽ പോയാലും ഒരു കോളേജിൽ പോയാലും എല്ലാം തന്നെ സ്നേഹത്തിൻ്റെ സന്ദേശമാണ് ഞാൻ വിദ്യാർത്ഥികൾക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ജഗദീഷ് കൊടുക്കുന്ന സന്ദേശം തിരസ്കരിച്ചിട്ട് ടോണി ഐസക്ക് കൊടുക്കുന്ന സന്ദേശം സ്വീകരിക്കുന്ന പ്രേക്ഷകർ, അത് തീർച്ചയായിട്ടും ഒരു തർക്ക വിഷയം തന്നെയാണ്. ഇപ്പം പല അഭിപ്രായങ്ങളും തൻ്റെതായ നിലപാടുകൾ ശക്തമായി അറിയിച്ചിട്ടുള്ള ഒരാളാണ് ജഗദീഷ്. ഇപ്പോൾ വരുന്ന വാർത്തകൾ അനുസരിച്ച് ജൂൺ മാസം മുതൽ സിനിമാ മേഖല ഒന്നടങ്കം സമരത്തിലേക്ക് പോവുകയാണെന്നാണ് വാർത്തകൾ വരുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള ഒത്തുതീർപ്പ് ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പം ജൂനിയർ ആർട്ടിസ്റ്റ് ഉൾപ്പെടെയുള്ള ഒരുപാട് ആയിരക്കണക്കിന് തൊഴിലാളികളെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഈ വിഷയത്തിൽ ജഗദീഷ് ചേട്ടൻ്റെ ഒരു അഭിപ്രായം, ഒരു നടനെന്നുള്ള നിലയിലും അമ്മയുടെ ഒരു ഭാരവാഹി എന്നുള്ള നിലയിലും എനിക്ക് കിട്ടിയ അറിവനുസരിച്ച്, അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല, എനിക്ക് കിട്ടിയ അറിവനുസരിച്ച് ഈ സമരം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. ഒന്ന്, നടീനടന്മാരും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തമ്മിലുള്ള ആ തർക്കം, അതിന് വേണ്ട ചർച്ചകൾ, അനൗപചാരിക ചർച്ചകൾ നടക്കുന്നുണ്ട് ഇപ്പം. അതിൽ തന്നെ വിജയം കണ്ടെത്തും. പിന്നെ സർക്കാരും ഫിലിം ഇൻഡസ്ട്രിയും തമ്മിലുള്ള ഒരു സമരമാണ്. അതിൽ ഇലക്ട്രിസിറ്റി ടാരിഫ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അത് സർക്കാരുമായിട്ട് നമ്മൾ ഒന്നിച്ച് നിൽക്കും. അതിൽ സർക്കാരിന് എത്രത്തോളം ചെയ്യാൻ കഴിയുമെന്നുള്ളത് അത് സർക്കാർ ആ അവസരത്തിൽ വ്യക്തമാക്കും. അപ്പോൾ അത് സർക്കാർ വ്യക്തമാക്കി കഴിഞ്ഞിരുന്നാൽ ആ സമരം ഒഴിവാക്കും. അല്ലാതെ സർക്കാരിനെതിരെ ഒരു സമരം ഇൻഡെഫിനിറ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രി അല്ല. സർക്കാരിനോട് നമ്മുടെ ആവശ്യങ്ങൾ പറയുക, അതിൽ എത്രത്തോളം ചെയ്യാൻ സർക്കാരിന് കഴിയും എന്നുള്ളതിന്, അതിന് ഈ നടന്മാരെല്ലാം തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയും സർക്കാരിന് ഒരു പരിധിവരെ. സർക്കാരുമായി നല്ല ബന്ധമുള്ള, അല്ലെങ്കിൽ സർക്കാരിൽ തലപ്പത്തിരിക്കുന്ന, ഭരണത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന മന്ത്രിമാരും മുഖ്യമന്ത്രിയുമായിട്ടൊക്കെ അടുപ്പമുള്ള നടീനടന്മാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവർ വിചാരിച്ച് അവരും കൂടെ വന്ന്, നിർമ്മാതാക്കളുമുണ്ട്, സംവിധായകരുണ്ട്, അവരെല്ലാം കൂടെ പറഞ്ഞ് ഇൻഡസ്ട്രിയുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക. അതിൽ എത്രത്തോളം നേടിയെടുക്കാൻ കഴിയും എന്നുള്ളത്, കാരണം റവന്യൂ എന്ന് പറയുന്നത് ഈ ബിവറേജസ് കോർപ്പറേഷൻ്റെ റവന്യൂവും ഈ ലോക്കൽ സെൽഫ് ബോഡീസിൻ്റെ ഈ ടാക്സുമാണ് സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനങ്ങളിൽ ഒന്ന്. അത് കുറയ്ക്കാൻ സർക്കാർ തയ്യാറാകുമോ എന്ന് ചോദിച്ചാൽ പ്രായോഗികമായി ബുദ്ധിമുട്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. സർക്കാർ അത് വിശേഷം പഞ്ചായത്ത് കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ്, മുനിസിപ്പാലിറ്റി തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഈ സമയത്ത് നമ്മൾ ഒരു സമരം ചെയ്ത് ടാക്സ് കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ പുതിയ ഭരണസമിതി വരാൻ പോകുന്ന ഈ അവസരത്തിൽ അത് എത്രത്തോളം സർക്കാരിനെ തൃപ്തിപ്പെടുത്താൻ കഴിയും, അല്ലെങ്കിൽ സർക്കാരിന് കുറയ്ക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അപ്പോൾ ആലോചിച്ച് തീരുമാനമെടുക്കണം. സർക്കാരും തുറന്ന സമീപനമാണെന്ന് ശ്രീ സജി ചെറിയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ചർച്ചകൾ നടക്കും, നല്ലതാണ്. ഈ സമരം ആഹ്വാനം ചെയ്യുമ്പോൾ സമരം ചെയ്യാൻ വേണ്ടിയല്ല, നമ്മുടെ ആവശ്യങ്ങൾ ആൾക്കാരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണ് ഈ സമര ആഹ്വാനം എന്ന് പറയുന്നത്. അപ്പോൾ സമരം ചെയ്യും എന്ന് പറഞ്ഞാൽ അന്ന് സമരം ചെയ്യുന്നുള്ളതല്ല, ഞങ്ങൾക്ക് കുറേ പ്രശ്നമുണ്ടെന്നുള്ളത് ഇൻഡസ്ട്രി അറിയിക്കുകയാണ്. ആരെ? സർക്കാരിനെയും ജനങ്ങളെയും ബാക്കിയുള്ള ഇൻഡസ്ട്രിയിലുള്ള ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ അറിയിക്കുകയാണ്. ആ അറിയിക്കുന്നതിൽ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വിജയിച്ചിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള പരിഹാരം ഉണ്ടാവുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. കുടുംബ ബന്ധങ്ങളിലെ തകർച്ചയാണ് ഇതിന് ഒരു പ്രധാന കാരണമെന്നാണ് വിദഗ്ധരൊക്കെ പറയുന്നത്. അതായത് സമൂഹത്തിൽ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് വരുന്നതിൻ്റെ കാരണം കുടുംബ ബന്ധങ്ങളിൽ നിന്ന് കിട്ടാത്ത ഒരു പ്രശ്നങ്ങളുടെ തുടക്കമായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ സിനിമ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള കുടുംബ ബന്ധങ്ങളെ കുറിച്ച് ശാക്തീകരിക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള മെസ്സേജുകൾ കൊടുക്കുന്നുണ്ടോ? ഇതിൽ അങ്ങനെ എന്താ പറയുക, സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു മെസ്സേജ് കൊടുക്കുന്നില്ല എങ്കിലും വരികൾക്കിടയിൽ വായിച്ചെടുക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം ഈ പറയുന്ന അച്ഛൻ ജീവിച്ചിരിക്കുമ്പോഴുള്ള അച്ഛന് വേണ്ടി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ, അച്ഛന് വേണ്ടി ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു പശ്ചാത്താപം അല്ലെങ്കിൽ കുറ്റബോധം, ഇതൊക്കെ ഇതിൻ്റെ ഇടയിൽ ചെറുതായിട്ടെങ്കിലും ചർച്ച ചെയ്ത് പോകുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു ജീവിച്ചിരിക്കുമ്പോൾ പലപ്പോഴും അച്ഛനമ്മമാർക്ക് വേണ്ടി ചെയ്യേണ്ട പല കാര്യങ്ങളും ചെയ്തിട്ടില്ല എന്ന കുറ്റബോധം പലരെയും ഹോണ്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ ചില കലാസൃഷ്ടിയിലൂടെ, സാഹിത്യ സൃഷ്ടികളിലൂടെ അത് വായിക്കുമ്പോൾ നമ്മുടെ കണ്ണ് നിറയുന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ ആ നമ്മുടെ അനുഭവങ്ങളുമായിട്ട് നമ്മൾ എത്രത്തോളം ചേർന്ന് നിൽക്കുന്നു എന്ന് നമ്മൾ നോക്കാറുണ്ട്. ഈ സിനിമയിലും അത്തരം ചില കാര്യങ്ങൾ ഹാസ്യരൂപേണ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ അത് നമ്മളെ തന്നെ കുറ്റപ്പെടുത്തുകയാണ്. നിങ്ങൾ എന്നല്ല, നമ്മളെല്ലാവരും കുറ്റക്കാരാണെന്നാണ് ഈ സിനിമ പറയുന്നത്. നമ്മളെല്ലാവരും നമ്മുടെ അച്ഛനമ്മമാരെ സ്നേഹിക്കണം, നമ്മുടെ അച്ഛനമ്മമാരുടെ സ്വത്തിൻ്റെ പിന്നാലെ ഇങ്ങനെ പോകരുത്. അവിടെ എന്ത് ലൈഫ് എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റായിട്ട് കുടുംബ ബന്ധങ്ങൾക്ക് വലിയ വാല്യൂ ഉണ്ടെന്നുള്ളത് ഈ ചിത്രത്തിൽ പറയാതെ പറഞ്ഞു പോകുന്നുണ്ട്. പഞ്ചപാണ്ഡവന്മാരിൽ ഏറ്റവും ഇഷ്ടം ജഗദീഷ് ചേട്ടന് ആരോടാണ്?
ശരിക്കും പറഞ്ഞിട്ടുണ്ട് ഇതിൽ അർജുനനാവാനായിരുന്നു ഇഷ്ടമെന്ന് പറഞ്ഞിട്ടുണ്ടായി. ഭീമൻ എന്തുകൊണ്ടാണ് ഇന്ദ്രൻ സൈഡിനെ കൊടുത്തത് എന്തുകൊണ്ടാണ്? കാരണം ഏറ്റവും ശക്തനായിട്ടുള്ള കഥാപാത്രമാണ് ഭീമൻ, ഫിഗർ കൊണ്ടായാലും എല്ലാം കൊണ്ടും. അപ്പൊ അതിനെന്തെങ്കിലും ഒരു പൊളിറ്റിക്സോ ആ രീതിയിൽ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ ആഗ്രഹിച്ചത് ഭീമൻ റോള് തന്നെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് അർജുനൻ എന്നാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. കാരണം ധർമ്മപുത്രർ ധർമ്മൻ മരിച്ചുപോയി, രണ്ടാമത് ഇന്ദ്രൻസ്, മൂന്നാമത് കഥ പറയുമ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ പേര് അർജുനനാവുന്നു. പക്ഷെ അർജുനൻ എന്നെക്കാളും സുന്ദരനായ ഒരു ചെറുപ്പക്കാരനാണ് കൊടുത്തത് ആ റോള്. നകുലനും സഹദേവനും എനിക്കും പ്രശാന്തനും തന്നു. പേര് മാത്രമേ ഉള്ളൂ. കഥാപാത്രങ്ങൾ എന്ന നിലയിൽ അഞ്ച് പേർക്കും ഇതിൽ ധർമ്മന് ഇമ്പോർട്ടൻസ് ധർമ്മൻ്റെ പത്നിക്ക് കൊടുത്തിട്ടുണ്ട്. ബാക്കി 4 പേർക്കും ഏകദേശം തുല്യ പ്രാധാന്യമാണ്. ഇനി കളിക്ക് അല്ലെങ്കിൽ തമാശയ്ക്ക് വേണ്ടി പറയാമെന്നുള്ളേ ഉള്ളൂ. എനിക്ക് ഈ പഞ്ചപാണ്ഡവരിലെ എല്ലാ കഥാപാത്രങ്ങൾക്കും തുല്യ പ്രാധാന്യമാണെന്ന് തോന്നിയിട്ടുണ്ട്. അതിൽ കൂടുതൽ നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യുന്ന, പല കാരണങ്ങളാൽ ചർച്ച ചെയ്യുന്നത് ധർമ്മപുത്രർ, ഭീമൻ, അർജുനൻ. നകുലനും സഹദേവനും അധികം ചർച്ച ചെയ്യപ്പെടുന്നില്ല. അതെ അതെ അതെ. അപ്പോൾ അതുകൊണ്ട് കൂടെ ഒരു വേറെ അമ്മമാരും ഒക്കെ ആയതുകൊണ്ടായിരിക്കാം കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഇപ്പോൾ രാമായണത്തിലാണെങ്കിൽ ശ്രീരാമൻ ചർച്ച ചെയ്യപ്പെടുന്ന പോലെ ലക്ഷ്മണൻ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്, ഭരതൻ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ശത്രുഘ്നൻ അത്ര ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്ന് പറയുന്ന പോലെ നകുലനും സഹദേവനും അത്ര ചർച്ച ചെയ്യപ്പെടുന്നില്ല യഥാർത്ഥ മഹാഭാരതത്തിൽ. ഇവിടെ അങ്ങനെയല്ല. അതിൻ്റെ പേരിൽ ഞങ്ങൾ ഒഴിവാക്കി നിർത്തിയിട്ടില്ല. ഞങ്ങൾക്ക് തുല്യ പ്രാധാന്യം തന്നിട്ടുണ്ട്. ഒരു ഫിലിമിന്റെ വിജയപരാജയങ്ങളെ കൂടുതലായിട്ട് ബാധിക്കുന്നത് നായകനായിരിക്കും. ഇപ്പൊ ഈയിടായിട്ട് കൂടുതലായിട്ട് പരാജയപ്പെട്ട ഒരു നടൻ അല്ലെങ്കിൽ ഒരു പൗരൻ എന്ന നിലയിൽ ഒരു സാമൂഹിക പ്രതിബദ്ധത ആവശ്യമാണെന്നാണ് എല്ലാവരുടെയും അഭിപ്രായം. കഴിഞ്ഞാട് ഒരു പ്രസ് മീറ്റിൽ ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഒരു ഓൺലൈൻ ഗെയിമിംഗ് ആപ്പിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പരസ്യം പുള്ളി പ്രൊമോട്ട് ചെയ്തു. അപ്പം അതിനെപ്പറ്റി ചോദിച്ചപ്പം പുള്ളിക്ക് സാമൂഹിക പ്രതിബദ്ധത ഇല്ല എന്നാണ് പറയുന്നത്. അപ്പം അതിനോട് എന്താണ് അഭിപ്രായം? അല്ല, കലാകാരന് സാമൂഹിക പ്രതിബദ്ധത ഉണ്ടാകണം എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം സമൂഹത്തോട് ഒരു ഉത്തരവാദിത്വമുണ്ട്. ഞാനൊക്കെ വളരെ പേടിച്ചാണ് ഇപ്പോൾ ഒരു പരസ്യത്തിന് എൻഡോഴ്സ് ചെയ്യാൻ പറയുമ്പോൾ, ഒരു ഉദാഹരണത്തിന് ഒരു പണമിടപാട് സ്ഥാപനം, അത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമല്ലെങ്കിൽ നാളെ പ്രേക്ഷകർ അല്ലെങ്കിൽ ജനങ്ങൾ എന്നോട് പറയും, ജഗദീഷ് പറഞ്ഞിട്ടാണ് ഞങ്ങളൊക്കെ കൊണ്ട് പൈസ ഇട്ടത്, ഞങ്ങൾക്ക് പറ്റിക്കപ്പെട്ടിരിക്കുകയാണെന്ന് പറയാം. അതുകൊണ്ട് ഒരു പണമിടപാട് സ്ഥാപനമാകുമ്പോൾ അതിൻ്റെ റെപ്യൂട്ടേഷൻ എന്താണെന്ന് അന്വേഷിച്ചറിയേണ്ട ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഇന്നിപ്പോൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അനുസരിച്ച് നമ്മളൊരു ക്രീം തേച്ചാൽ മുഖം വെളുക്കും എന്ന് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ക്രീമിൻ്റെ ഒരു ഫലം എന്താണെന്നുള്ളത് ഒരു നടൻ ബോധ്യപ്പെട്ടതിന് ശേഷമേ അതിനുവേണ്ടി എൻഡോഴ്സ് ചെയ്യാവൂ എന്നാണ് ഇപ്പോഴത്തെ റൂള്. അതുകൊണ്ട് നമ്മൾ അല്പം സൂക്ഷിക്കണം. പിന്നെ സമൂഹത്തോട് നമുക്ക് ഉത്തരവാദിത്വമുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ഒഴിഞ്ഞ് മാറി നിൽക്കാൻ പറ്റില്ല. സമൂഹത്തോട് ഉത്തരവാദിത്വമുണ്ട്. ഇത് പറയുമ്പോൾ ഇത് ധ്യാൻ ശ്രീനിവാസനെതിരെ ഒളിയമ്പുമായി ജഗദീഷ് എന്ന് കൊടുക്കരുത് പ്ലീസ്. അത് എനിക്ക് വളരെ വിഷമമുള്ള കാര്യമാണ്. കാരണം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും എന്നെ സഹായിച്ചിട്ടുള്ള, എനിക്ക് പാത വെട്ടി തുറന്നു തന്നിട്ടുള്ള ശ്രീനിവാസൻ്റെ മകൻ എന്ന നിലയിലും എൻ്റെ ഒരു അനിയൻ എന്ന നിലയിലും ധ്യാനിനെ എനിക്ക് വളരെ ഇഷ്ടമാണ്. എൻ്റെ സഹോദരൻ, എൻ്റെ അനിയൻ. അപ്പോൾ അത് ധ്യാൻ ശ്രീനിവാസനെതിരെയുള്ള ഒളിയുമ്പോൾ ഒന്നുമല്ല. ഞാൻ പറയുന്നത് ധ്യാൻ ശ്രീനിവാസനോട് വിയോജിപ്പുണ്ട് എന്ന് വേണമെങ്കിൽ രേഖപ്പെടുത്തിക്കൊള്ളൂ. കലാകാരന് സമൂഹത്തോട് പ്രതിബദ്ധത വേണം എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം എന്ന് കൊടുത്തോളൂ. പക്ഷേ അത് അദ്ദേഹത്തിനെതിരെ വ്യക്തിപരമായിട്ടുള്ള ഒരു പരാമർശമായിട്ട് നിങ്ങൾ കൊടുക്കരുത് പ്ലീസ്. ആദ്യമൊക്കെ ജഗദീഷേട്ടനായാലും കോമഡി, സ്പോർട്ട് കോമഡികളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ പരിവാറിൽ അങ്ങനെ സ്പോർട്ട് കോമഡികൾ ഡയറക്ടേഴ്സ് പറയാതെ തന്നെ അങ്ങനെ സ്വതസിദ്ധമായിട്ടുള്ള ശൈലിയിലൊക്കെ ചെയ്തിട്ടുണ്ടാവും. അപൂർവം സിറ്റുവേഷൻസിൽ മാത്രം. ഇതിനകത്ത് ഒരു സംഭവം, ഒരു മാനറിസം പോലെ ഒരു സംഭവം ഞങ്ങൾ ആലോചിച്ചിട്ട് ഈ മനസ്സിലായില്ലേ എന്ന് ചോദിക്കുന്ന ഒരു ശൈലിയുണ്ട്. അത് ഞങ്ങൾ ഇംപ്രവൈസ് ചെയ്തതാണ് സംവിധായകരുമായിട്ട് ഇരുന്നിട്ട്. അത് സംവിധായകർ പറഞ്ഞു ആ കഥാപാത്രത്തിനത് എന്ത് പറയുമ്പോഴും മനസ്സിലായില്ലേ എന്ന് ചോദിക്കുന്ന ഒരു രീതി അത് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഇംപ്രവൈസേഷൻ അല്ലാതെ ബാക്കിയെല്ലാം മിക്കവാറും സ്ക്രിപ്റ്റിൽ തന്നെ അവർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവതരിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല, ആ സ്ക്രിപ്റ്റ് ഡീവിയേറ്റ് ചെയ്യുന്നതിൽ വ്യക്തിപരമായി താല്പര്യമില്ലാത്ത 2 സംവിധായകരാണ് അവർ. കഴിയുന്നതും അത് തന്നെ വള്ളി വ്യത്യാസമില്ലാതെ പറഞ്ഞാൽ നന്നായിരിക്കും എന്ന് പറയുമ്പോൾ അത് നമുക്കൊരു വെല്ലുവിളിയാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും അത് മാറണമെന്ന് നമുക്കും താല്പര്യമില്ല. അതേപടി തന്നെ പറയാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരിക്കലും ന്യായീകരിക്കാൻ പാടില്ല. അധ്യാപകർ തന്നെയാണ്. ഇനി ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഞാൻ പറയാം, എൻ്റെ ഒരു സന്തോഷം എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി നന്നായി
വരുമ്പോഴാണ്. അയാൾ നല്ല രീതിയിൽ കഴിയുന്നു, അയാൾ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്നു, നല്ല രീതിയിൽ സ്വന്തം ബിസിനസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ബാങ്കിൽ ജോലി നോക്കുന്നു, അല്ലെങ്കിൽ വേറെ സ്ഥാപനങ്ങൾ നടക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടുന്ന സന്തോഷം എന്ന് പറഞ്ഞാൽ അത് വിവരിക്കാൻ കഴിയില്ല. ഒരു അധ്യാപകൻ്റെ സന്തോഷം എനിക്കറിയാം. അപ്പോൾ ആ സന്തോഷത്തിനേക്കാളും വലുതൊന്നുമല്ല. അപ്പോൾ അധ്യാപകന് നമ്മളെന്തെങ്കിലും പേന വാങ്ങിക്കൊടുക്കുക, ഷർട്ട് വാങ്ങിക്കൊടുക്കുക, അതിലൊന്നുമല്ല. അധ്യാപകൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികൾ നന്നാവുക എന്നുള്ളതാണ്. അത് വർഷങ്ങൾക്ക് ശേഷം വിദ്യാർത്ഥികൾക്ക് മനസ്സിലാവും. ഇപ്പോൾ അധ്യാപകൻ കയർക്കുമ്പോൾ ശാസിക്കുമ്പോൾ ഒക്കെ ദേഷ്യം തോന്നുമെങ്കിൽ പോലും പിന്നീട് നമ്മൾ ജീവിതത്തിൽ നല്ല രീതിയിൽ ഉയർന്നു വരുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടെന്ന് പറയുന്നത് നമ്മുടെ രക്ഷകർത്താക്കളോടുള്ളത് പോലെ തന്നെ അധ്യാപകരോട് നമുക്ക് കടപ്പാട് തോന്നും. അപ്പോൾ അധ്യാപകൻ്റെ എന്ന് പറഞ്ഞിരുന്നാൽ ഏത് അധ്യാപകനായിരുന്നാലും ബഹുഭൂരിപക്ഷ അധ്യാപകരുടെയും നിസ്വാർത്ഥമായിട്ടുള്ള സേവനമാണ്. ശമ്പളം കിട്ടുന്നുണ്ട്, സമ്മതിച്ചു. ബാക്കി അവരുടെ കുട്ടികൾ നന്നായി വരണം, നല്ല ജോലി കിട്ടണം എന്നതിനപ്പുറം നല്ല പൗരന്മാരായി വരുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അധ്യാപക സമൂഹം തന്നെ ആയിരിക്കും. അതിൽ യാതൊരു സംശയമില്ല. ഒരു 3-4 ചോദ്യം കൂടെ കഴിഞ്ഞാൽ നമുക്ക് നിർത്താം. ഋഷി ഭാഗ്യ. അർജുനൻ എന്നാണ് എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര്. അച്ഛനോട് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള ആൾ ഞാനാണ് കഥയിൽ. പിന്നെ എനിക്ക് ഇപ്പോൾ ഇവിടെ ഒരു മില്യൺ താങ്ക്സ് പറയാനുള്ള എൻ്റെ ഡയറക്ടേഴ്സിൻ്റെ അടുത്താണ്, ഉത്സവൻ്റെ അടുത്തും ഫഹദിൻ്റെ അടുത്ത്. അവരാണ് എന്നെ സിനിമയിലേക്ക് കൊണ്ടുവന്നവരാണ് ഡിജിറ്റൽ വില്ലേജിലൂടെ. പിന്നെ പരിവാർ തുടങ്ങുമ്പോഴും നല്ലൊരു കഥാപാത്രം എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചു. പിന്നെ ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും സന്തോഷം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും പിന്നെ ഞാനും വെയിറ്റിംഗ് ആണ്, കൂടുതലൊന്നും പറയാനില്ല. ഇപ്പോൾ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഷൂട്ടിംഗ് ഡേയ്സൊക്കെ. എൻ്റെ സിനിമയിലെ തന്നെ ആദ്യത്തെ ഷോട്ട് എൻ്റെ ഇന്ദ്രൻ സാറിൻ്റെ ആയിരുന്നു. അതും ഞാൻ ചെറിഷ് ചെയ്യുന്നൊരു മൊമെൻ്റാണ്. പിന്നെ സുന്ദരിയായിട്ടുള്ളൊരു നായികയാണ് എൻ്റെ, അതും വേറൊരു സന്തോഷം. അപ്പോൾ എന്തുകൊണ്ടും എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഷൈനി വിജയൻ. എനിക്ക് ആദ്യമായിട്ട് നന്ദി പറയാനുള്ളത് എൻ്റെ പ്രിയപ്പെട്ട ഡയറക്ടേഴ്സ് ഉത്സവ്, രാജീവ്, ഫഹദ്, നന്ദു. അവർ ഇത്രയും വലിയൊരു കഥാപാത്രം എന്നെ ഏൽപ്പിച്ചതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. പിന്നെ എനിക്ക് കഥാപാത്രം എത്രത്തോളം ചെയ്യാൻ പറ്റി എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ അത്രയും ഒരു സമാധാനത്തോടെ എനിക്ക് ചെയ്യാൻ ഒരു ധൈര്യം തന്നത് ഞാൻ ഖസാക്കിൻ്റെ ഇതിഹാസം എന്നുള്ളൊരു നാടകം ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ആ നാടകത്തിൽ നിന്ന് ദീപൻ ശിവരാമൻ ആ ഡയറക്ടറോടാണ് എനിക്ക് വേറൊരു തരത്തിൽ നന്ദി പറയാനുള്ളത്. പിന്നെ എൻ്റെ വീട് ചെറുവത്തൂർ, കാസർഗോഡ് ജില്ലയിലാണ്. പാരമ്പര്യമായിട്ട് നമ്മൾക്ക് അങ്ങനെ അഭിനയിക്കാൻ വലിയ പാരമ്പര്യം എന്ന് പറയാൻ കുറേ ആൾക്കാരൊന്നുമില്ല. പിന്നെ എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞാലൊരു നാടക നടനായിരുന്നു. അവിടുന്നായിരിക്കും എനിക്ക് ചിലപ്പോൾ ഈ ഒരു ചെറിയൊരു കഴിവ് കിട്ടിയതെന്ന് തോന്നുന്നു. പിന്നെ എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ ജഗദീഷ് സാറിൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കാൻ പറ്റി, ഇത്രയും ത്രൂ ഔട്ടുള്ളൊരു വലിയ ക്യാരക്ടർ. പിന്നെ ഇന്ദ്രൻ ചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് ഞാൻ അഭിനയിക്കുന്നത് ഷാജിയൻ കരുൺ സാറിൻ്റെ ഓള് എന്ന ചിത്രത്തിലാണ്. അപ്പോൾ ബിജിപാൽ സാറാണ് ഇതിന് സംഗീതം കൊടുത്തിരിക്കുന്നത്. ആൻഡ് സന്തോഷ് നാരായണൻ സാറാണ് ലിറിക്സ്. സന്തോഷ് വർമ്മ സർ. യെസ്. അപ്പോൾ പരിവാർ എന്ന ഈ ഒരു ചിത്രം ഓക്കെ നമ്മുടെ ചിത്രത്തിന്റെ ഗായികയാണ് സംഗീത. യെസ്. ഓക്കെ, അപ്പോൾ നമുക്ക് നല്ലൊരു കൈയടി കൊടുക്കാം. വി ആർ മൂവിംഗ് ഓൺ ടു ദ CD അൺവീലിംഗ് ഓഫ് ദ മലയാളം മൂവി ഫ്രാഗ്മെന്റ് നേച്ചർ ഫിലിം ക്രിയേഷൻസിന്റെ ബാനറിൽ പുറത്തിറങ്ങുന്ന പരിവാർ എന്ന ചിത്രത്തിന്റെ CD അൺവീലിംഗ് ആണ്. യെസ്, ലെറ്റ്സ് ഗിവ് ഇറ്റ് അപ്പ്. നല്ലൊരു കൈയടി കൊടുക്കാം. താങ്ക് യു സോ മച്ച് എവ്രിബഡി. എല്ലാവരും ചേർന്ന് നമുക്കൊരു പിക്ചർ കൂടി എടുക്കാം. യെസ്, എവ്രിബഡി ടുഗെദർ.